രാവിലെ തന്നെ വീട്ടിലെ ചക്ക ചുളപ്പറിച്ചുകൊണ്ടിരിക്കട്ടാ. നല്ല മധുരമൊക്കെയാണ്. അതിപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ്. അപ്പോൾ ഒരു വീടുകളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചക്ക കിട്ടുന്നുണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല മഴയാട്ടോ ഈ സമയത്ത്. ചക്കയും അതുപോലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു അപ്ഡേഷനാണ്. കാരണം എന്ന് വെച്ചാൽ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ ചെയ്യുന്ന ടാങ്കുകളുടെ സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ അറിയണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ സ്പേസിലാണ് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വിറകുവരൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കിട്ടുന്ന ചക്ക ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ 2 കൂടി ഉണ്ട്. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ തീരുമാനത്തിന് വേറെ കിട്ടും ഈ കാരം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ചുളപ്പറിച്ച ചക്കൻ്റെ മടലാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ മടൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണേ, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ കൾച്ചർ ചെയ്യുന്ന നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടി അതിലിട്ട് കൊടുക്കട്ടോ. നമ്മൾ അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും അതിലിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചക്കൻ്റെ മടലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ ചെയ്യുന്ന ടാങ്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചക്കയുടെ മടലുണ്ടല്ലോ അതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ചെറിയ രീതിയിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസങ്ങളിട്ടുള്ള ചക്കയായിട്ട് അതിൽ കാണാൻ പറ്റുക. അതൊക്കെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തുറക്കുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു കോർണർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഇളകുന്നത് കാണാം. നമ്മൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ അവരുടെ ജോലികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് കാണാം കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെയാണ് ഒരു പൈപ്പ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൂടെയാണ് നല്ല അത്യാവശ്യം സൈസായിട്ടുള്ള ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകൾ ഇവർ പുറത്തേക്ക് പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് കൂടെ ഇങ്ങോട്ട് വരും. മഴയത്ത് ഇത് വെക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, നമ്മൾ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് വെള്ളം നല്ല രീതിയിൽ തന്നെ ഇട്ടില്ല. ഈ കാണുന്നതൊക്കെ ഇത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊക്കെ നമുക്ക് തീറ്റായിട്ട് കോഴികൾക്കും മീനുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം കയറാത്ത രീതിയിൽ നോക്കണം. കാരണം എന്താ വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് കൊട്ടി നോക്കാം. ഇതിനകത്തുനിന്ന് ഇപ്പോൾ എത്രയാട്ടോ ഇതിനകത്ത് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊട്ടുമിക്ക ഡെഡായിട്ടുണ്ട് കേട്ടോ, വെള്ളത്തിൽ കിടന്ന കാരണം തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ മഴവെള്ളം വീണിട്ട് വെള്ളം ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, ഇതിനകത്ത് ഇവിടെ കമ്പോസ്റ്റായി കിടക്കുന്ന സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ കൂടി ഒന്ന് അടിഞ്ഞു കൂടിയായിരുന്നുകൊണ്ട് ഇപ്പോൾ തുറന്ന് ഒരു കമ്പെടുത്ത് കുത്തിയ സമയത്ത് അത്യാവശ്യം ഇതിനകത്തുനിന്ന് ആ സ്ലറി വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ നനച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം കൂടുതലായിട്ട് ഇതിൽ കിടന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ലാർവകൾക്കും അവർക്ക് വളരാനും ചിലപ്പോൾ ഡെഡാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ കൊതുക് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കുറേയൊക്കെ ഒന്നാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞു കൂട്ടാം. ഈ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒന്നാണ്ട് വലിഞ്ഞിട്ട് ഒന്നും ഇരിക്കും. നേരത്തെ മുകൾ തട്ടിലുണ്ടായിരുന്ന ആ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നേരെ താഴേക്ക് പോയിട്ട്, അതായത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുണ്ടായിരുന്നു, അതൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചക്കയുടെ സംഭവമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകട്ടോ. അപ്പോൾ അടുക്കള വേസ്റ്റ് എല്ലാം, പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാം ഇതിലിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ്. കാരണം മീനുകൾക്കും കോഴികൾക്കൊക്കെ തീറ്റായിട്ടും കൊടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും ചെടി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ അവർക്ക് നല്ല വളമായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ചക്കയുടെ സംഭവമൊക്കെ അകത്താക്കിയിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ ടോപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മഴയത്ത് വെക്കാതെ ഇരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷീറ്റ് ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് മഴവെള്ളം ഇതിലേക്ക് വീഴാത്ത രീതിയിൽ സെറ്റാക്കാനുള്ളൂ. പിന്നെ നമ്മൾ വീട് അപ്പുറത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വെക്കാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പൈപ്പ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ലറി നമ്മൾ എടുക്കുമല്ലോ, ഈ സമയത്ത് ചെറിയൊരു സ്മെല്ലുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ ചുറ്റുഭാഗത്ത് ചെറിയൊരു സ്മെല്ലുണ്ട്, കാരണം ഈ സ്ലറിയുടെ സ്മെല്ല്. അതുപോലെ തന്നെ ഇതിനകത്ത് സെറ്റിലായി കിടക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത് ഇളക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇളക്കുന്ന സമയത്തൊക്കെ ചെറിയ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഓപ്പൺ ആക്കുന്ന സമയത്തും ചില സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ സെറ്റിലായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ എടുക്കണം. ഇതൊന്നും ഓപ്പൺ ആക്കാതെ ഇരിക്കുകയാണെങ്കിൽ
ഈ പരിസരത്തൊന്നും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേമാരത്തൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപകാരമാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവൊക്കെ നമുക്ക് വീട്ടിൽ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഗപ്പി ഫാമിലൊക്കെ മൊയ്ന കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാർട്ടർ നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും കൊണ്ടുവരാം, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്ന് പറയുന്ന സംഭവം ബ്ലാക്ക് സോൾജർ ഫ്ലൈ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചേമ്പർ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം അതിനകത്തുനിന്ന് നമുക്ക് നല്ല രീതി തന്നെ കിട്ടുന്നുണ്ട്. ഒരു ചേമ്പറിനകത്തുനിന്ന് കിട്ടുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരിക്കും. നല്ല രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ചേമ്പറുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡിസൈന് കുറച്ച് പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഡിസൈനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതുണ്ടാക്കണം, ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവിനെ കളക്ട് ചെയ്യുന്ന ഈ സംഭവം ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ കമ്പോസ്റ്റ് നമുക്ക് കോരിയെടുക്കൽ ഈ ഒരു ടാങ്കിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ മുകളിലത്തെ വായവട്ടുണ്ടല്ലോ അത് കുറവാണ്. അപ്പോൾ അതിനകത്തുനിന്ന് കമ്പോസ്റ്റ് എടുക്കൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ നല്ല ഗ്രൗട്ടായിട്ടുള്ള സൈസ് ലാർവകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിനെ നമുക്ക് കളക്ട് ചെയ്യുന്നതിൻ്റെ പരിമിതി ഉണ്ട്. അത് കുറച്ചൊക്കെ വരുന്നുള്ളൂ, കുറേയൊക്കെ അതിനകത്ത് തന്നെ കെടുക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നല്ല ഡിസൈനിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വർഷക്കാലമായിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വെള്ളം കയറുന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ വെള്ളം കയറാത്ത രീതിയിൽ സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കട്ടെ. കാരണം വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാർവകൾ ചിലപ്പം ഡെഡായി പോകാൻ ചാൻസ് ഉണ്ടാവും, പിന്നെ കൊതുക് പെരുകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് നല്ല വീഡിയോകൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഇല്ല, ഇതാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഈ സംഭവം തന്നെ ഫ്ലൈ ആയിട്ട് മാറാറാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതതിൻ്റെ അകത്ത് കെട്ടിട്ട് ചത്തതാട്ടാ, പുറത്ത് പോകാൻ പറ്റാതെ. ഇതാണ് സംഭവം ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ. സോറി, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഇട്ടാ അതിൻ്റെ ലാർവകളാണത് ഈ കിടക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവർ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് മീനുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് തന്നെ കേട്ടത്. ഓരോരുത്തർ ഓരോന്നെടുത്ത് കൊണ്ടുപോയിക്കാണ്. അപ്പോൾ അതും ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം, വന്ന് എടുക്കുന്നുണ്ട്, വീണ്ടും ഓരോന്ന് വന്ന് കൊത്തിക്കൊണ്ടേക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവർ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അത് വരണ നമ്മുടെ തിലാപ്പിയ. മാഷാ അല്ലാഹ്, അതിൻ്റെ ചെറുക് കണ്ടില്ലേ, ഇയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ. അവൻ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വരണടുത്ത താരം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് ഫുഡ് കഴിച്ചിട്ടാ. കണ്ടില്ല തൂങ്ങണ്. അതവിടെ ഇവർക്കിത് എടുക്കാനുള്ള സൈസായിട്ടില്ല, പക്ഷെ കോഴികളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെ. കണ്ടില്ല, എല്ലാവരും വന്ന് കൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് കൊത്തി വെക്കുന്നുണ്ട്. പിടി വിടുന്നില്ല. ഞാൻ വിടാത്ത കാരണം കേട്ടാ, അവർ പിടി വിടാത്ത. ഇതാണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഓടി നടക്കും എല്ലാവരും.